6 വയസ്സ് മാത്രം പ്രായമുള്ള ഏബൽ എന്ന് പറയുന്ന UKG പഠിക്കുന്ന ഒരു പൊന്നുമോനെ തന്റെ അയൽക്കാരനായിട്ടുള്ള 20 വയസ്സുള്ള ജോജോ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കൊടും ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു ജോജോ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കി. അതിനുശേഷം ഈ കുട്ടി ഈ ഒരു കാര്യത്തിനെതിരെ പ്രതികരിച്ചപ്പോൾ അമ്മയോട് പറയുമെന്ന് പറഞ്ഞതിനെ തുടർന്ന് ഈ കുട്ടീനെ പുഴയിൽ എറിഞ്ഞ് കൊല്ലുകയാണ് ചെയ്തത്. ഈ ഒരു വീഡിയോ ഏതെങ്കിലും അച്ഛനമ്മമാർ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു വീഡിയോ മുഴുവനായി നിങ്ങൾ കാണാൻ ശ്രമിക്കുക. നമ്മുടെ കുട്ടികൾ, അത് ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ, ഇന്നത്തെ കാലത്ത് ഒട്ടും സുരക്ഷിതരല്ല എന്നുള്ളതാണ്. ഈ ഒരു സംഭവം നടന്നത് തൃശ്ശൂർ തന്നെയാണ്. ഞാൻ തൃശ്ശൂർ ജില്ലക്കാരിയാണ്. തൃശ്ശൂരിലെ മാള എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നിടത്ത് നിന്നും അധികം ദൂരമൊന്നുമില്ല ഈ ഒരു സ്ഥലത്തേക്ക്. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ കുട്ടികളെ ഇപ്പോൾ വെക്കേഷൻ ആണല്ലേ, വെക്കേഷന് കുട്ടികളൊക്കെ പുറത്ത് വിടുമ്പോൾ, കളിക്കാനൊക്കെ ആയിട്ട് പുറത്തേക്ക് വിടുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കണ്ണ് എപ്പോഴും അവരുടെ ഒരു മേത്തുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇവിടെ ഈ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് പറ്റിയ ഒരു തെറ്റെന്ന് പറയുന്നത് 6 മണിക്ക് ശേഷമാണ് ഈ കുട്ടി കളിക്കാൻ പോയിരിക്കുന്നത്. അത് ഈ ജോജോ എന്ന് പറയുന്ന ഈ ഒരു ചെറുപ്പക്കാരനൊന്നും എനിക്ക് പറയാൻ തോന്നുന്നില്ല, അവനെ മറ്റെന്തൊക്കെയോ പേര് വിളിക്കാനാണ് തോന്നുന്നത്. എങ്കിൽ പോലും ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയ കാരണം ഞാൻ അതിനെ സ്വയം കൺട്രോൾ ചെയ്യാണ്. കാരണം ആ മരിച്ചുപോയ പിഞ്ചു മോന്റെ പ്രായത്തിലുള്ള ഒരു കുട്ടി എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഇത്രയ്ക്കും ഒരു രോഷത്തോടു കൂടി ഈ ഒരു വീഡിയോ ഞാൻ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, 6 മണിക്ക് ശേഷം കുട്ടികളെ പുറത്തേക്ക് കളിക്കാൻ വിടരുത്. ഇപ്പോൾ ഈ പറയുന്ന ഈ കുട്ടിയുടെ ആ ഒരു പ്രദേശം എന്ന് പറയുന്നത് വളരെ വിശാലമായിട്ടുള്ള പുഴകളും അതുപോലെ തന്നെ മരങ്ങളും ഒക്കെയുള്ള വളരെ വിശാലമായിട്ടുള്ള ഒരു പ്രദേശമാണ്. ഈ കുട്ടി 6 വയസ്സുള്ള കുട്ടി എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഒരു അറിവുണ്ടല്ലേ ആ കുട്ടിക്ക്. ആ ഒരു ചുറ്റുപാടിനെ കുറിച്ചോ മറ്റുള്ള ആളുകളെ കുറിച്ചോ ഒന്നും അവർക്ക് മനസ്സിലാവുന്നില്ല. അവരോട് സ്നേഹത്തിൽ പെരുമാറുന്ന എല്ലാവരും അവർക്ക് നല്ലവരാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പം 6 മണിക്ക് ശേഷം കളിക്കാൻ പോയപ്പോൾ ഈ ചെറുപ്പക്കാരൻ, ഈ ജോജ എന്ന് പറയുന്ന ഇവൻ, ഈ തെമ്മാടി അയാള് ചാമ്പയ്ക്ക തരാം എന്നും പറഞ്ഞാണ് ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അങ്ങനെ ആളില്ലാത്ത ഒഴിഞ്ഞൊരു സ്ഥലത്ത്, പുഴയുടെ തീരത്ത് ഒഴിഞ്ഞൊരു സ്ഥലത്തേക്ക് കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോയിട്ട് ആ മോനെ പ്രകൃതിവിരുദ്ധമായിട്ടുള്ള ഒരു പീഡനത്തിന് ഇരയാക്കുകയാണ് ചെയ്തത്. കുട്ടി ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് അമ്മയോട് പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഇവന് പേടിയായി. ഈ ഏബൽ എന്ന് പറയുന്ന ഈ പൊന്നുമോൻ വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അവന് ഗുഡ് ടച്ചിനെ കുറിച്ചും ബാഡ് ടച്ചിനെ കുറിച്ചും ഒക്കെ അറിയാവുന്ന ഒരു കുട്ടി ആയതുകൊണ്ടാണ് സ്പോട്ടിൽ അവൻ പ്രതികരിച്ചെന്നുള്ളതാണ്. എന്നിട്ടും ഒരു ഉപകാരം ഉണ്ടായില്ല. പ്രതികരിച്ചത് അവനത് ശാപമായി പോയി എന്നാണ്. അപ്പം അങ്ങനെ പ്രതികരിച്ചതിനെ തുടർന്ന് ഇയാൾക്ക് പേടിയായി. ഈ ജോജോ എന്ന് പറയുന്നവൻ മുൻപ് ഇതുപോലെ കുട്ടികളെ ഉപദ്രവിച്ചിട്ടുണ്ട്. മോഷണ കേസിൽ പ്രതിയായിരുന്നവനാണ്. അപ്പോൾ എന്തോരം ശിക്ഷ അവന് ലഭിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതാണ് ഈ ജോജോയുടെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അങ്ങനെ ഇയാള് ഈ കുട്ടി പ്രതികരിച്ചപ്പോൾ കുട്ടീനെ പുഴയിലേക്ക് എടുത്ത് എറിയാണ് ചെയ്തത്. അങ്ങനെ കുട്ടി കയറി വന്നപ്പോൾ രണ്ടാമതും കുറച്ചും കൂടി ആളുള്ള സ്ഥലത്തേക്ക് വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ്. പാവം കുട്ടി, എന്താ ചെയ്യാല, ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരുടെ മനസ്സെന്ന് പറയുന്നത്. അപ്പൊ ഈ ജോജോ എന്ന് പറയുന്നവൻ ക്രിമിനൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണല്ലേ. ക്രിമിനലുകൾക്ക് എന്തുകൊണ്ടാണ് ഇവർക്കൊരു മനസാക്ഷി എന്ന് പറയുന്നതില്ല. മറ്റുള്ളവരുടെ ഫീലിങ്സിനെ കുറിച്ച് ഇവർക്ക് ഒരു ചിന്തയില്ല എന്നുള്ളതാണ്, ഒരു എംപതി ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ മറ്റുള്ളവരുടെ ഇമോഷൻസിനെ ഒന്നും മാനിക്കാതെ വീണ്ടും വീണ്ടും ഈ കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവൻ പുറം ലോകം കാണരുത്. ഞാൻ ഈ ഒരു ന്യൂസിന്റെ താഴെ കണ്ട കുറച്ച് കമന്റ്സ് ഉണ്ട്. അതിൽ കമന്റ്സിൽ പലരും എഴുതിയിരിക്കുന്നത് മാളയിലുള്ള ജനങ്ങളോടാണ് പറയുന്നത്. മാളക്കാരോട് ഇവനെ വെറുതെ വിടരുതെന്നാണ് പറയുന്നത്. 20 വയസ്സിൽ ഇവൻ ഈ കുറ്റകൃത്യം ചെയ്തു. ഒരു 6 വയസ്സുള്ള കുട്ടിയോട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവൻ ഇനി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും ഇനി കാട്ടിക്കൂട്ടുക. പൊതുവെ ഇന്ന് ചുറ്റുവട്ടത്തും കണ്ടുവരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള വാർത്തകളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെ നമ്മൾ തീർച്ചയായും ഒരു മുൻവിധിയോടുകൂടി തന്നെ അപ്രോച്ച് ചെയ്യണം എന്നാണ് ഈ ഒരു കേസിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇവരുടെ ഉള്ളിൽ ആ ക്രിമിനൽ വാസന എപ്പോഴും ഉണ്ട്. അത് തക്കതായ സാഹചര്യം വരുമ്പോൾ എപ്പോൾ വേണമെങ്കിലും പുറത്തേക്ക് ചാടാം, ആരെ വേണമെങ്കിലും ഉപദ്രവിക്കാം. ഇവർക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. കാരണം ഇവർക്ക് നന്നായിട്ട് അഭിനയിക്കാൻ സാധിക്കും. നല്ല പാവം പോലെ അഭിനയിക്കും, മനസ്സിൻ്റെ ഉള്ളിലും മറ്റൊന്ന് വെച്ചുകൊണ്ട്. അപ്പോൾ അത് ഒരു വട്ടം എന്തെങ്കിലും ക്രിമിനൽ ഹിസ്റ്ററി ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരെ ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, മാതാപിതാക്കളോട് പറയാനുള്ളത്, നമുക്കറിയാം നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് നിരവധിയായിട്ടുള്ള ആൾക്കാർ ലഹരി ഉപയോഗിക്കുന്നുണ്ട്. ചെറുപ്പക്കാരാണ് കൂടുതലല്ലേ. അതുപോലെ തന്നെ നമ്മുടെ മക്കളെ മറ്റൊരു കണ്ണിലൂടെ കാണുന്ന ആളുകളെ, അല്ലെങ്കിൽ ആളുകൾ ഉണ്ടായിരിക്കും, ചുറ്റുവട്ടത്ത് ഉണ്ടായിരിക്കും. നമുക്കാണ് നമ്മുടെ മക്കളായിട്ടുള്ളത്. മറ്റുള്ളവർ ഒരു പക്ഷെ ആ രീതിയിലായിരിക്കില്ല നമ്മുടെ മക്കൾ കാണുന്നുണ്ടാവുക.
അപ്പം അതുകൊണ്ട് തന്നെ എത്ര അടുത്ത ബന്ധുക്കളായാലും ശരി, ആരായാലും കൃത്യമായ ഒരു അകലം പാലിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളെ വിടുക എന്നുള്ളതാണ്. അയൽപ്പക്കത്തേക്കാണെങ്കിലും ബന്ധുക്കളുടെ വീട്ടിലേക്കാണെങ്കിലും എവിടേക്കാണെങ്കിലും ശരി, നമ്മളൊരു കണ്ണ് പതിയുന്നിടത്ത് നമ്മുടെ കുട്ടികൾ ഉണ്ടാവണം എന്നുള്ളതാണ്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, എന്തായിരിക്കും ആ അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ പ്രധാന വഴിത്തിരിവാവാൻ കാരണം എന്ന് പറയുന്നത് CCTV ദൃശ്യങ്ങളാണ്. ഏതൊരു കേസിലും ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരു കയ്യൊപ്പ് ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ ഈ കുട്ടിയുടെ ഏബലിൻ്റെ അച്ഛൻ വിദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് വീട്ടിലൊരു CCTV വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ CCTVയിൽ നിന്നാണ് ഈ ജോജോ എന്ന് പറയുന്നവൻ്റെ പിന്നാലെയാണ് ഈ കുട്ടി പോയെന്നുള്ള കാര്യം മനസ്സിലായതും. അങ്ങനെ ഈ കുട്ടിയെ കാണാതായപ്പോൾ ഈ ജോജോ ഈ അന്വേഷണത്തിനായിട്ട് മറ്റുള്ളവരുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ അന്വേഷണത്തിനൊടുവിൽ CCTV ദൃശ്യങ്ങൾ കിട്ടിയപ്പോൾ നിന്റെ കൂടെയല്ലേ കുട്ടി പോന്നിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞപ്പോൾ കുട്ടി പുഴയിലേക്ക് എടുത്ത് ചാടുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അത്രേ. അങ്ങനെ ഇവൻ തിരിച്ചു മറിച്ചൊക്കെ പറയുന്നത് കണ്ടപ്പോഴാണ് പോലീസുകാർ കൂടുതലായിട്ട് ചോദ്യം ചെയ്തതും ഈ ഒരു കാര്യം പുറത്തേക്ക് വന്നതും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും ഇതിൽ മാതാപിതാക്കളുടെ കണ്ണ് പതിയാതിരുന്നത് ഒരു തെറ്റായിട്ടല്ല. നമുക്കിപ്പോൾ വെക്കേഷനാണ്, എപ്പോഴും കുട്ടികളുടെ പിന്നാലെ ഓടി നടക്കാനൊന്നും പറ്റില്ല, അതൊരു കാര്യം തന്നെയാണ്. എങ്കിൽ പോലും ഇന്നത്തെ ഒരു ചുറ്റുപാട് അങ്ങനെയാണ്. ഇങ്ങനെ ഓരോ വാർത്തകൾ വരുമ്പോഴും ഇതൊക്കെ വെറും വാർത്തകളായി തള്ളിക്കളയാതെ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ്. നമ്മുടെ മക്കളെ ശ്രദ്ധിക്കുക. പിഞ്ചു കുഞ്ഞുങ്ങളാണല്ലേ, അവർക്കൊന്നും അറിയില്ല. അവരവിടെ സ്നേഹം ആര് കാണിക്കുന്നത്, സ്നേഹം കാണിക്കുന്നവരൊക്കെ അവർക്ക് നല്ലതാണ്. അപ്പം എന്താ ചെയ്യുക, ആ കുഞ്ഞു മോന് ദൈവരാജ്യം ലഭിക്കട്ടെ. ഈ മോൻ്റെ വിയോഗം താങ്ങാനായിട്ട് അച്ഛനും അമ്മയ്ക്കും സാധിക്കട്ടെ. അപ്പം ഇനിയൊരു കുഞ്ഞുങ്ങൾക്കും ഈ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ കുഞ്ഞുമക്കളെ ശ്രദ്ധിക്കുക. ഈ വെക്കേഷൻ കഴിയുന്നിടത്തോളം വരെ നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. വീഡിയോ മുഴുവനായും കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി. താങ്ക്